എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗമാണ്. ജോഗ്രഫിയിലെ ഭൂമിയുടെ ഘടന വളരെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഓരോ കാര്യവും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നോട്ട്സ് എഴുതിയെടുക്കുക. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതി വെച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒറ്റൊരു വീഡിയോയിലൂടെ തന്നെ ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭൂമിയുടെ ഘടന എന്താണ്? ഭൂമിയുടെ ഘടന അതായത് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഘടനയെ 4 ആക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, മാൻഡിൽ, പിന്നെ കാമ്പ് എന്ന് പറയും. പുറക്കാമ്പും അകക്കാമ്പും. അതായത് ഇപ്പം നമ്മൾ പഠിച്ചത് ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളാക്കിയിട്ടുണ്ട്. 4 വ്യത്യസ്ത പാളികളാണ്: ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് നമുക്ക് നോക്കാം. ഭൂവൽക്കം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഭൂവൽക്കാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഭൂവൽക്കം. ക്രസ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഭൂമിയുടെ ഏറ്റവും പുറം ഭാഗം, പുറത്ത് കാണുന്ന ഭാഗമാണെന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് പറയും. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് അറിയപ്പെടുന്നതാണ് എന്ത്? ഭൂവൽക്കം. നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്: ഭൂമിയുടെ പുറത്തുള്ള ഭാഗം, അതുപോലെ തന്നെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം, അതുപോലെ തന്നെ ശിലകളുടെയും ധാതുക്കളുടെയും കലവറ. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഇത്? ഭൂവൽക്കം. പിന്നെ ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. പിന്നെ ഭൂവൽക്കം തന്നെ നമ്മൾ 2 ഭാഗങ്ങളാക്കുന്നുണ്ട്: വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഒന്നുകൂടി പറയാം: ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം, ശിലകളുടെയും ധാതുക്കളുടെയും കലവറ. 40 കിലോമീറ്റർ ആണ് ഏകദേശ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്. അതുപോലെ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്: വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻകര ഭാഗത്തിന്റെ മുകൾ തട്ടിനെയാണ് സിയാൽ എന്ന് പറയുന്നത്. അതായത് സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നു. അതായത് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ധാതുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കയും അലൂമിനിയാണ്. അതുകൊണ്ടാണ് അതിന് വൻകര ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്താണ് സീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതാണ് സമുദ്ര ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നത്. അത് സിയാലിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് സീമ എന്ന് പറയുന്നത്. സിയാലും സീമയും മനസ്സിലായി വിചാരിക്കുന്നു. സിയാലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് സിലിക്ക, അലൂമിനിയം ആണ് സിയാൽ എന്ന് പറയുന്നത്. പിന്നെ സീമ എന്ന് പറയുന്നത് സിലിക്ക, മഗ്നീഷ്യം. സിയാൽ വൻകര ഭാഗത്തിന്റെ മുകൾ ഭാഗവും സീമ എന്ന് പറയുന്നത് സിയാലിന് തൊട്ട് താഴെയും കാണപ്പെടുന്നതാണ്. അടുത്തതാണ് മാൻഡിൽ. മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കത്തിന് താഴെ കനം കൂടിയിട്ടുള്ള ഭാഗമാണ്. അതായത് ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 29,000 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? മാൻഡിലാണ്. അവിടുത്തെ ഊഷ്മാവ് എന്ന് പറയുന്നത് 22,000 ഡിഗ്രി സെൽഷ്യസ്. അപ്പം മാൻഡിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കത്തിന് താഴെ കനം കൂടിയ ഭാഗമാണ്. അതേപോലെ തന്നെ ഭൂവൽക്ക പാളി മുതൽ അതിന്റെ താഴ്ഭാഗം മുതൽ 29,000 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡിലാണ്. ഊഷ്മാവ് 22,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്: ഉപരി മാൻഡിലും അധോ മാൻഡിലും. അടുത്തതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കവും മാൻഡിലിന്റെ മുകളിലെ ഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തിനാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. തലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ഡലം എന്നൊക്കെ ലിത്തോസ്ഫിയറിനെ പറയാറുണ്ട്. എന്തൊക്കെയാണ്? തലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും കൂടി ചേർന്ന് വരുന്ന ഭാഗം ലിത്തോസ്ഫിയർ. തലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള മണ്ഡലം. ലിത്തോസ്ഫിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് അസ്തിനോസ്ഫിയർ.
അതായത് ലിത്തോസ്ഫിയറിന് താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്തായി അർദ്ധ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എസ്നോസ്ഫിയർ എന്ന് പറയുന്നത്. എസ്നോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിത്തോസ്ഫിയറിന് താഴെ, നമ്മൾ നേരത്തെ പഠിച്ചു ലിത്തോസ്ഫിയർ എന്താണ്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും കൂടി ചേർന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എസ്റ്റിനോസ്ഫിയർ. അതായത് ലിത്തോസ്ഫിയറിന് താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്തായി അർദ്ധ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിന്റെ സ്രോതസ്, അതായത് ലാവകളാണ് എന്ത് ആസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗമാണ് കാമ്പ്. കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലം, അതായത് ഭൂമിയുടെ കേന്ദ്രമണ്ഡലം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു 2 തരം കാമ്പുകളുണ്ട്, അതായത് പുറക്കാമ്പും അകക്കാമ്പും. മാന്റിലിന്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ കേന്ദ്രമണ്ഡലമാണ് ഇത് കാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ 2 കാമ്പുകളുണ്ട്. അതിൽ പുറക്കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉരുകിയിട്ടുള്ള അവസ്ഥയിലായിരിക്കും, ഉരുകിയ അവസ്ഥയിലായിരിക്കും പുറക്കാമ്പ് ഉണ്ടാകുക. അകക്കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖരാവസ്ഥയിലും. അകക്കാമ്പിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ അതിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 3400 കിലോമീറ്ററും പിന്നെ അത് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റൊരു പേരാണ് NiFe, അതായത് നിക്കൽ പ്ലസ് അയേൺ എന്നുള്ളതാണ് NiFe കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഭൂമിയുടെ ഘടന പറഞ്ഞു നോക്കാം. ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളാക്കി തരം തിരിച്ചിട്ടുണ്ട്. അതാണ് ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കത്തിൽ സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 4 പാളികളാക്കിയിട്ട് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലമാണ്. അതുപോലെ തന്നെ ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്. ഏകദേശ കനം 40 കിലോമീറ്റർ ആണ്. പിന്നെ അതിന് 2 ഭാഗങ്ങളുണ്ട്, അതായത് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്ക പ്ലസ് അലൂമിനി എന്ന ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ എന്ന്. അതുപോലെ തന്നെ സീമ, സിലിക്ക, മഗ്നീഷ്യ എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്ന സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന ഒരു പേരാണ് സീമ എന്നുള്ളത്. പിന്നെ അടുത്തതാണ് മാന്റിൽ. മാന്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കത്തിന് താഴെ കനം കൂടിയ ഭാഗമാണ്. ഭൂവൽക്ക പാളിക്ക് താഴെ ഏകദേശം 29,000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗവും മാന്റിലാണ്. ഊഷ്മാവ് 22,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനും 2 ഭാഗങ്ങളുണ്ട്, ഉപരി മാന്റിലും അധോ മാന്റിലും. പിന്നെ ലിത്തോസ്ഫിയർ, ഭൂവൽക്കവും മാന്റിലിന്റെയും മുകളിലത്തെ ഭാഗം ചേർന്ന് വരുന്നതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്: സ്ഥല മണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള മണ്ഡലം. അടുത്തത് എസ്റ്റിനോസ്ഫിയർ ആണ്. എസ്റ്റിനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിത്തോസ്ഫിയറിന് താഴെയായി മാന്റിലിന്റെ ഉപരിഭാഗത്തായിട്ടും അർദ്ധ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. എന്താണ്? ലിത്തോസ്ഫിയറിന് താഴെയും മാന്റിലിന് ഉപരിഭാഗത്തുമായിട്ട്, മാന്റിലിന്റെ മുകൾ ഭാഗത്തും എസ്റ്റിനോസ്ഫിയറിന് താഴെയായിട്ടും കാണുന്ന ഒരു അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ളതാണ് എസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളുടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യം അഥവാ ലാവേന്റെ സ്രോതസ്സാണ് എസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്. അടുത്തത് കാമ്പാണ്. കാമ്പ് 2 തരത്തിലുണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. മാന്റിലിന്റെ താഴെ കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ് എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്ര ഭാഗം കൂടിയാണ് ഇത് ഈ കാമ്പ്. പുറക്കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ്. അകക്കാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖരാവസ്ഥയിലാണ്. കൂടുതലായിട്ട് അകക്കാമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശ കനം എന്ന് പറയുന്നത് 3400 കിലോമീറ്ററും പിന്നെ അത് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ NiFe, നിക്കൽ പ്ലസ് അയേൺ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പേര്. അപ്പം ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്